നമ്മൾ സൈക്കോളജിയിൽ പ്രധാനപ്പെട്ട ബുക്സ് ആൻഡ് ഓതേഴ്സിനെയാണ് നോക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. നമുക്ക് തുടങ്ങാം. ആദ്യത്തേത് പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ബ്രൂണർ എഴുതിയ പുസ്തകമാണ്. പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ബ്രൂണർ, ജെറോം എസ് ബ്രൂണർ എഴുതിയ പുസ്തകമാണ്. ഇനി പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്. പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്, മർദ്ദിതരുടെ ബോധനശാസ്ത്രം. പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്, അത് പൗലോ ഫ്രെയർ ആണ്. പൗലോ ഫ്രെയർ. പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്, പൗലോ ഫ്രെയർ. ഇനി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, അത് നമുക്കറിയാം ഫ്രോയിഡാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് എഴുതിയ ബുക്കാണ്. ഇനി ഔട്ട്ലൈൻ ഓഫ് സൈക്കോ അനാലിസിസ്. ഔട്ട്ലൈൻ ഓഫ് സൈക്കോ അനാലിസിസ്, അതും ഫ്രോയിഡിൻ്റെ പുസ്തകമാണ്. ഔട്ട്ലൈൻ ഓഫ് സൈക്കോ അനാലിസിസ് ഫ്രോയിഡിൻ്റെ പുസ്തകം തന്നെയാണ്. നെക്സ്റ്റ് ഇമോഷണൽ ഇൻ്റലിജൻസ്. അത് നമുക്കറിയാമല്ലേ ആരാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആരാണ്? ഇമോഷണൽ ഇൻ്റലിജൻസ് ഗോൾമാൻ, ഡാനിയൽ ഗോൾമാൻ. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ബുക്ക് എഴുതിയത് ഡാനിയൽ ഗോൾമാൻ. ഇമോഷണൽ ഇൻ്റലിജൻസ് എഴുതിയത് ഗോൾമാൻ, ഡാനിയൽ ഗോൾമാൻ. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി വില്യം ജെയിംസ്. ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ജെറോം എസ് ബ്രൂണർ. തോട്ട് ആൻഡ് ലാംഗ്വേജ് വൈഗോട്സ്കി. ഇതൊക്കെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഇനിയൊരു കുറച്ചുകൂടെ ഉണ്ട്, ഒന്നുകൂടെ നോക്കുക. പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ജെറോം എസ് ബ്രൂണർ. പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ് പൗലോ ഫ്രെയർ. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഔട്ട്ലൈൻ ഓഫ് സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഡാനിയൽ ഗോൾമാൻ. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി വില്യം ജെയിംസ്. ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ജെറോം എസ് ബ്രൂണർ. തോട്ട് ആൻഡ് ലാംഗ്വേജ് വൈഗോട്സ്കി. സെലക്റ്റഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസ്, അത് എഴുതിയത് വൈഗോട്സ്കിയാണ്. സെലക്റ്റഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസ്. ഇനി വൈഗോട്സ്കിയുടെ വേറൊരു ബുക്കാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഹയർ മെൻ്റൽ പ്രോസസ്. ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഹയർ മെൻ്റൽ പ്രോസസ്, ഇതും വൈഗോട്സ്കി തന്നെയാണ് എഴുതിയത്. ഇനി ട്രാൻസ്ഫോർമേഷണൽ അനാലിസിസ്. ട്രാൻസ്ഫോർമേഷണൽ അനാലിസിസ്, അത് നോം ചോംസ്കി. ദെൻ സിൻറ്റാക്റ്റിക് സ്ട്രക്ചർ. സിൻറ്റാക്റ്റിക് സ്ട്രക്ചർ നോം ചോംസ്കി തന്നെയാണ്. സിൻറ്റാക്റ്റിക് സ്ട്രക്ചർ നോം ചോംസ്കി. ആനിമൽ ഇൻ്റലിജൻസ്. ആനിമൽ ഇൻ്റലിജൻസ് തോൺടേക്ക്. ആനിമൽ ഇൻ്റലിജൻസ് തോൺടേക്ക്. ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. ടാക്സോണമി ഓഫ് educational objectives, Benjamin S.
bloom. ഇനി കൾച്ചർ ആക്ഷൻ ഫോർ ഫ്രീഡം. കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം. കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം, പൗലോ ഫ്രെയർ. ഇനി എമിലി, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പുസ്തകമാണ്. എമിലി, റൂസോയുടെ എമിലി. അതുപോലെ സോഷ്യൽ കോൺട്രാക്റ്റ്, റൂസോയുടെ എമിലിയും സോഷ്യൽ കോൺട്രാക്റ്റും. റൂസോയുടെ എമിലി ഉണ്ട്, അതുപോലെ സോഷ്യൽ കോൺട്രാക്റ്റ് അതും റൂസോ. ഒന്നുകൂടെ നോക്കുക. സെലക്റ്റഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് വൈഗോട്സ്കി, സോഷ്യൽ കോൺട്രാക്റ്റ് റൂസോ, ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഹയർ മെൻ്റൽ പ്രോസസ് വൈഗോട്സ്കി, ട്രാൻസ്ഫോർമേഷണൽ അനാലിസിസ് നോം ചോംസ്കി, സിൻടാക്റ്റിക് സ്ട്രക്ചർ നോം ചോംസ്കി, അനിമൽ ഇൻ്റലിജൻസ് തോണ്ടേക്ക്, ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ബെഞ്ചമിൻ എസ് ബ്ലൂം, കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം പൗലോ ഫ്രെയർ, എമിലി റൂസോ. സോഷ്യൽ കോൺട്രാക്റ്റും എമിലിയും ഒക്കെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ദ ഗ്രേറ്റ് ഡയഡാക്റ്റിക് കൊമീനിയസിൻ്റെ പുസ്തകമാണ്. ഗേറ്റ് ഓഫ് ടങ്സ് അൺലോക്ക്ഡ്, അതും കൊമീനിയസ് എഴുതിയ പുസ്തകമാണ്. ഇനി സം തോട്ട്സ് കൺസേണിങ് എഡ്യൂക്കേഷൻ. സം തോട്ട്സ് കൺസേണിങ് എഡ്യൂക്കേഷൻ, അത് ജോൺ ലോക്കിൻ്റെ പുസ്തകമാണ്. സം തോട്ട്സ് concerning education. Some thoughts concerning education, John Locke. Some thoughts concerning education. Then towards thoughts concerning education. Towards thoughts concerning education. Towards thoughts concerning education, അത് ബ്രൂണറുടെ പുസ്തകമാണ്. ജെറോമസ് ബ്രൂണർ. ദെൻ ജനറൽ സൈക്കോളജി ഫ്രം ദ പേഴ്സണലിസ്റ്റിക് സ്റ്റാൻഡ് പോയിന്റ്. ജനറൽ സൈക്കോളജി ഫ്രം ദി personalistic standpoint. General psychology from the personalistic standpoint, അത് വില്യം സ്റ്റേൺ. ഇനി കണ്ടംപററി സ്കൂൾസ് ഓഫ് സൈക്കോളജി. Contemporary schools of psychology, അത് ആർ.എസ്. വുഡ്വർത്ത്. ഒന്നുകൂടെ. ദ ഗ്രേറ്റ് ഡയഡാക്റ്റിക് കൊമീനിയസ്, ഗേറ്റ് ഓഫ് ടങ്സ് അൺലോക്ക്ഡ് കൊമീനിയസ്. ദെൻ Some Thoughts Concerning Education written by John Locke. Towards Thoughts Concerning Education, Brunner. General Psychology from the Personalistic Standpoint, William Stern. Contemporary Schools of Psychology, Robert S.R.S. Wordsworth. ഇനി Principles of Educational Sociology. Principles of Educational Sociology. Principles of Educational Sociology. Principles of Educational Sociology, അത് ജോർജ് പെയിൻ.
George Payne. Then civilization and its discontent. Civilization and its discontent. Civilization and its discontent. Freud. Civilization and its discontent. Sigmund Freud. ഇനി എഡ്യൂക്കേഷൻ ഓഫ് മാൻ എന്ന പുസ്തകം ഫ്രോബൽ. എഡ്യൂക്കേഷൻ ഓഫ് മാൻ ഫ്രോബൽ. ഹൗ ജെറ്റ്യൂഡ് ടീച്ചേഴ്സ് ഹെർ ചിൽഡ്രൻ പെസ്റ്റലോസി. ഹൗ ജെറ്റ്യൂഡ് ടീച്ചേഴ്സ് ഹെർ ചിൽഡ്രൻ പെസ്റ്റലോസി. ദ സ്കൂൾ ആൻഡ് സൊസൈറ്റി ജോൺ ഡൂയി. മോറൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ ജോൺ ഡൂയി. മോറൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ ജോൺ ഡൂയി. ഇനി കുറച്ച് പൂർണ്ണരൂപങ്ങളാണ്, ചിലപ്പോൾ അത് SCERT എന്താണ് അങ്ങനെയുള്ളത് ചോദിക്കും. അപ്പോൾ SCERT എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇനി NIEPA. NIEPA. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതാണ് NIEPA. ഇനി NCTE. NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ education. National Council for Teacher Education. Next, POA. Program of Action. Program of Action. NIEMAT. National Institute of Educational Management and Training. Educational Management and Training. National Institute of Educational Management and Training. NIMAT. National Institute of Educational Management and Training. Next one, CANFED. Kerala Association for non-formal education and development. Kerala Association for Non-Formal Education and Development. PhD. Doctorate of Philosophy. Doctorate of Philosophy. ഇനി SSG School Supporting Group. PTA Parents Teachers Association. ഇനി CPTA
CPTA, Class Parent Teacher Association. Class Parent Teacher അസോസിയേഷൻ. ഇതൊക്കെ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ MPTA. ഇതെന്താന്ന്, ഇത് ഈ MPTA എന്ന് പറഞ്ഞാൽ മദർ പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻ. അമ്മമാരായ രക്ഷിതാക്കളും ടീച്ചേഴ്സും മാത്രമുള്ളതാണ് MPTAയിൽ വരുന്നത്. മദർ പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻ. ഈ ക്ലാസ് PTA പുറമെയാണ് ഈ MPTA എന്ന് പറയുന്നത് കേട്ടോ. ഇനി VEC, വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റി. VEC, വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റി. വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റി. നെക്സ്റ്റ് വൺ ഡയറ്റ്. എന്താണ്? ഡിസ്ട്രിക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഡിസ്ട്രിക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഡിസ്ട്രിക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഡയറ്റ്. ദെൻ BRC. ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ. ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ. ഇനി AEO, അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. ഇനി DEO, അത് ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ, നമുക്കറിയാവുന്നതാണ്. ഇനി PMC, പഞ്ചായത്ത് മോണിറ്ററിംഗ് കമ്മിറ്റി. PMC, പഞ്ചായത്ത് മോണിറ്ററിംഗ് കമ്മിറ്റി. ദെൻ NGO, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. ഇനി OSS, ഓൺ സൈറ്റ് സപ്പോർട്ട്. SRG വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ. സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ്. ഇതൊന്ന് നോക്കുക. SSG, സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്. SSGയും SRGയും വ്യത്യാസമുണ്ട്. സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പാണ് SRG സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ്. PTA പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ. CPTA ക്ലാസ് പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻ. മദർ PTA മദർ പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻ. VEC വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റി. ഡയറ്റ് ഡിസ്ട്രിക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. BRC ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ. AEO അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. DEO ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ. PMC പഞ്ചായത്ത് മോണിറ്ററിംഗ് കമ്മിറ്റി. NGO നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. OSS ഓൺ സൈറ്റ് സപ്പോർട്ട്. SRG സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ്. BALA, BALA ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ്. ഇനി ടാറ്റ് നമുക്കറിയാം. തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്. അതുപോലെ ഡാറ്റ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇനി OHP ഓവർ
ഹെഡ് പ്രൊജക്റ്റ്, ഓവർ ഹെഡ് പ്രൊജക്റ്റ്, ഇതൊരു ക്ലാസ് റൂം ഉപകരണമാണ് അല്ലേ. ഇനി FIACS, ഫ്ലാൻറ്റേഴ്സ് interaction analysis, Flanders interaction analysis, category system, Flanders interaction analysis category system. ഇനി ET, educational technology, educational technology. ഇനി NCERT, National Council of Educational Research and Training, National Council of Educational Research and Training. Then TTC എന്താണെന്നറിയാം അല്ലേ, ടീച്ചർ ട്രെയിൻഡ് ടീച്ചർ സർട്ടിഫിക്കറ്റ്, ട്രെയിൻഡ് ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ്. ഇനി DED, ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ, ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ. Then SSA, സർവ ശിക്ഷ അഭിയാൻ. SSK, സർവ ശിക്ഷ കേരള. Then OBB, ഓപ്പറേഷൻ ബ്ലാക്ക്ബോർഡ്, OBB ഓപ്പറേഷൻ ബ്ലാക്ക്ബോർഡ്. ഇനി MLL, മിനിമം ലെവൽ ഓഫ് ലേണിംഗ്, മിനിമം ലെവൽ ഓഫ് ലേണിംഗ്. DPI, ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ, ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ, ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. DPI, ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. CRC, ക്ലസ്റ്റർ റിസോഴ്സ് സെൻറ്റർ. SWC, സ്കൂൾ വെൽഫെയർ കമ്മിറ്റി. MHRD, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ. NCF, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. KCF, കേരള കരിക്കുലം ഫ്രെയിംവർക്ക്. അപ്പോൾ ഇത്രയാണ് കുറച്ച് ഡെഫിനീഷൻസ് വരുന്നത്, ഫുൾ ഫോംസ് വരുന്നത്.